ഹായ് ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം സിസ്റ്ററേക്കൽ. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ മെഹന്തി ക്ലാസ്സിൻ്റെ പാർട്ട് 2 ആയിട്ടുണ്ടോ. അപ്പം നമ്മൾ 5ാമത്തെ എലമെൻ്റാണ് വൈൻസ്. ഇതാ ഇതേപോലെ ലൈൻ അടിക്കാൻ ജസ്റ്റ് എന്നിട്ട് നമ്മൾ ഡ്രോപ്പ് കൊടുക്കുന്നില്ലേ, നമ്മൾ ഡോട്ട് കൊടുത്തിട്ട് പ്രസ് ചെയ്യുന്ന പോലെ, എന്നിട്ട് ലാസ്റ്റ് ജസ്റ്റ് വിട്ടെടുക്കാം അല്ലേ. ജസ്റ്റ് ലൈൻ കൊടുക്കുക, പിന്നെ ആ ഡോട്ട് ഒന്ന് ഫില്ല് ചെയ്തിട്ട് ചെറുങ്ങനെ വലിച്ചെടുത്താൽ മതി. ആ ഡോട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വിട്ടേക്കുക, പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ബാലൻസ് ഉള്ളത് വലിച്ചെടുത്താൽ മതി. കണ്ടില്ലേ, അപ്പോൾ ലീഫിൻ്റെ ഷേപ്പ് വരും. ജസ്റ്റ് നമ്മൾ കൈയിൻ്റെ ഉള്ളിലുള്ള പ്രഷർ നമ്മൾ ഡോട്ട് പിടിച്ചവരൊക്കെ ഇത് സുഖമായിട്ട് ചെയ്യാൻ കഴിയും കേട്ടോ. കാരണം ഒന്നുമില്ല, ജസ്റ്റ് ഒരു കുഞ്ഞ് ലൈൻ കൊടുക്കുക, പിന്നെ ജസ്റ്റ് ഡോട്ടിൻ്റെ ഇതുപോലെ പ്രസ് ചെയ്യുക, എന്നിട്ട് വലിച്ചു കൊടുക്കുക. കണ്ടില്ലേ ഇതുപോലെ. അപ്പോൾ നമ്മൾ കുഞ്ഞി നല്ല ലീഫ് പോലെ ഉണ്ടാവും. സൗണ്ട് ചെറിയ പ്രശ്നം ഉണ്ടാകും, കുറച്ച് സുഖമില്ലായ്മ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് മൈൻഡ് ചെയ്യണ്ട. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പിലൂടെ ഒന്ന് ക്ലിയർ ചെയ്താൽ മതി കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ഇവിടെ കുഞ്ഞ് വരെ വരയ്ക്കുക, ഡൗട്ട് ചെയ്യുക, വിടാം. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. നമ്മൾ എന്താ പറയുക, വിരലിലൊക്കെ കൊടുക്കാനൊക്കെ നന്നായിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഡോട്ട് കറക്റ്റ് പഠിച്ചവർക്ക്, ഡോട്ട് ഇട്ട് കറക്റ്റ് പഠിച്ചവർക്ക് സുഖമാണ്. കയ്യിലെ പ്രഷർ, അപ്പോൾ ഈ ഡോട്ട് ഒരുപാട് പ്രഷർ ഇട്ട് പഠിച്ചാൽ തന്നെ നിങ്ങളുടെ കയ്യിലെ പ്രഷർ എന്താവും, കറക്റ്റ് സെറ്റായി കിട്ടും. നിങ്ങൾക്ക് ട്യൂബും നിങ്ങളുമായിട്ട് നന്നായിട്ട് ഇണങ്ങും. അപ്പോൾ അതുകൊണ്ടാണ് ഓരോ സ്റ്റെപ്പിനും അതിൻ്റേതായിട്ടുള്ളത്. ഫസ്റ്റ് ലൈന്, പിന്നെ ഡോട്ട്, അങ്ങനെ ഓരോ സ്റ്റെപ്പ് അത് കംപ്ലീറ്റ് ആയിട്ട് തന്നെ വേണം. അപ്പോഴേ നിങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയും. കണ്ടില്ലേ, നല്ല സ്മൂത്തായി നമുക്ക് എടുക്കാം കേട്ടോ. ഡോട്ട് കൊടുക്കുക, ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കുക. ഫിംഗറിലൊക്കെ ഇടാൻ പറ്റിയ നല്ല അടിപൊളി ഡിസൈനാണ്. ഇനി അടുത്ത 6ാമത്തെ എലമെൻ്റാണ് സ്വേൾ. സ്വേൾ എന്തെങ്കിലും ആർക്കെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കാം കേട്ടോ. ഒന്നുമില്ല, ജസ്റ്റ് നമ്മളെ സർക്കിളില്ലേ, സർക്കിൾ ഇങ്ങനെ വരച്ചെടുക്കുക. എന്നിട്ട് ഉള്ളിലും അതേപോലെ തന്നെ ഇങ്ങനെ എൻലെസ് പോലെ കൊണ്ടുപോകും. നടുവിൽ ജസ്റ്റ് ഡോട്ട് പോലെ പ്രസ് ചെയ്ത് കൊടുക്കുക, പ്രഷർ കൊടുക്കുക. അല്ലേ, നമ്മൾ ആദ്യം ഡോട്ട് ഇട്ടു, എന്നിട്ട് അതിൻ്റെ ചുറ്റും തട്ടിക്കാതെ ഇങ്ങനെ റോൾ ചെയ്തെടുക്കട്ടോ. ശരിക്കും സർക്കിൾ ആദ്യം ഇതിന് മുന്നേ ഒന്ന് വരച്ച് പഠിക്കുക, അപ്പം തന്നെ നിങ്ങൾക്കിത് സെറ്റായിട്ടുണ്ടാവും. അല്ലേ, നല്ലൊരു ഡിസൈൻ കേട്ടോ. ഈ സ്പോളില്ലാത്ത ഡിസൈനൊക്കെ അങ്ങനെ കാണുന്നില്ല. ഇപ്പോൾ ലേറ്റസ്റ്റ് ട്രെൻഡിങ് ആയി വരുന്നതിൽ ഈ സ്പോളിൻ്റെ ഈ സ്റ്റൈല് ഒരുവിധം എല്ലാവരുടെ ഡിസൈനിലും ഉണ്ടാകുന്നതാണ്. കാരണം കാണാനും നല്ല ഭംഗിയാണ്. ഒരു ഫ്ലവർ, കുഞ്ഞു ഫ്ലവർ വരയ്ക്കാൻ കൂടി നല്ല സുഖമായിട്ടാണ്. ഒന്നുമില്ല, ജസ്റ്റ് ഇത് കണ്ടില്ലേ, നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഒരു ഡോട്ട് കൊടുത്തതിന് അതിൻ്റെ ചുറ്റും ഇങ്ങനെ വരച്ചെടുക്കുക, നമ്മുടെ സർക്കിൾ പോലെ. അങ്ങനെ ഒരുപാട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും കിട്ടും കേട്ടോ. അതുകൊണ്ട് നന്നായി പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്തായാലും ഇത്രയും പെർഫെക്ഷനും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പറയാൻ നിങ്ങളോടുള്ള എൻ്റെ വരെ ചെറിയൊരു മിസ്റ്റേക്കാണ്, വേറൊന്നും ഉണ്ടല്ലോ. ഞാൻ മെഹന്തി ഇട്ട് അതിൻ്റെ ടിപ്പിൻ്റെ അവിടെ പിൻ ഇട്ട് വെക്കാൻ മറന്നു കേട്ടോ. അപ്പോൾ എൻ്റെ മെഹന്തി നല്ല സ്റ്റെക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ പിന്ന് അതിൻ്റെ മുകളിൽ തന്നെ തിരിച്ചിട്ട് വെക്കട്ടോ, അല്ലെങ്കിൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും പിന്നീട് യൂസ് ചെയ്യുമ്പോൾ. അടുത്തതാണ് നമ്മൾ സ്വേളും ഹംസും കൂടി വരുന്ന ഒരു ഡിസൈൻ കേട്ടോ. സ്വേൾസും ഹംസും കൂടി വരുന്ന ഒരു ഡിസൈൻ. ഒന്നുമില്ല, ജസ്റ്റ് ഇതേപോലെ സർക്കിൾ, നമ്മളെ സ്വേളിൻ്റെ ഡിസൈൻ വരയ്ക്കുക. ഇങ്ങനെ സർക്കിൾ ചെയ്തിട്ട് അത് ശ്രദ്ധിച്ചിട്ട് നോക്കിയാൽ നിൽക്കണം. അത് വരച്ചെടുത്താൽ സുഖമാണ്. റൗണ്ട് ഫസ്റ്റ് റൗണ്ട് കുറച്ച് വരച്ചെടുത്താൽ മതി. പിന്നെ ഹംസ് സെറ്റാകാൻ വേണ്ടി 4 വരെ അതേപോലെ കറക്റ്റ് വരയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്താ വെച്ചാൽ എല്ലാ ഭാഗത്തും ഒരേ അളവ് കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ആ 4 കോണ് ഇങ്ങനെ കൊടുക്കുന്നത്. കണ്ടില്ലേ, നിങ്ങൾക്ക് ആ ഒരു തുടങ്ങുന്നിടത്തുനിന്ന് ഒടുങ്ങുന്ന സ്ഥലത്തും നിങ്ങൾക്ക് ഒരേ അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനത് 4 കാലം ഇങ്ങനെ വരച്ചു കൊടുത്തത്. നിങ്ങൾക്ക് പഠിക്കാനും സുഖമായി. ഒരളവ് മെഷർമെൻ്റ് ഒരു സൈഡിൽ കൂടി ഒരു സൈഡിൽ കുറഞ്ഞ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും വരില്ല. അപ്പോൾ ഹംസ് കറക്റ്റ് പഠിക്കാൻ ഇങ്ങനെ കേട്ടോ സുഖം. നമ്മൾ സ്വേളിൻ്റെ മുകളിലൊക്കെ സൈൻ ചെയ്യാൻ ഞാൻ അതിൻ്റെ മുകളിൽ ഡോട്ടും കൂടി ഇട്ട് കൊടുത്താൽ കണ്ടില്ലേ, നല്ല ഭംഗിയായി അടിപൊളിയായി ഡിസൈൻ.
ഡോട്ട് ഞാൻ അതേ പറഞ്ഞാൽ ഒന്നുമില്ല, ജസ്റ്റ് അവിടെ വെച്ച് കൊടുക്കുക. നമ്മൾ സർഫേസിൽ തീരെ തട്ടില്ല, അത് മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് നമ്മളൊരു പ്രഷറൊന്ന് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വേറൊരു മൂവ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാനും കൂടി ഒരു ഡിസൈനും കൂടി കാണിച്ചു തരാം. നമ്മൾ ഹംസും സ്വേൾസും വെച്ചിട്ടുള്ള വേറൊരു ഡിസൈനും കൂടി കാണിച്ചു തരാം കേട്ടോ. ഒന്നുമില്ല, ആ ഡോട്ടിന് പകരം ഒന്ന് പരത്തി ഇടുന്നുള്ളൂ. നമ്മൾ എന്താ പറയുക, ഫ്രിൽസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇത് കുറച്ചും കൂടി ഹംസിൻ്റെ കുറച്ചും കൂടി നീളം കൂടിയ ലീഫോട്ടോ ഞാൻ വരച്ചെടുക്കുന്നത്. ഇത് ചെറുതാണ്, ഇത് കുറച്ചും കൂടി നീളം വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ കാല് വെച്ചില്ല, എനിക്ക് കോൺഫിഡൻസ് ആണ്. നിങ്ങൾക്ക് അതേപോലെ ഫസ്റ്റ് നിങ്ങൾ കാല് വെച്ച് സെറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അളവ് കറക്റ്റായിരിക്കും. പിന്നെ അത് കാലൊക്കെ വേണം, അത് വരച്ച് കുറച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പിന്നെ കാലിൻ്റെ ആവശ്യമൊന്നും വേണ്ടിയില്ല. നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ കൈയായിട്ട് അത് ഒത്തുപോയിട്ടുണ്ടാവും. കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള ഫ്ലവറായിട്ട് നമുക്ക് നന്നായിട്ടുണ്ടാവും. കാണുന്നത് സിമ്പിൾ ഡിസൈനൊക്കെ ചെയ്യാൻ ഈ ഫ്ലവർ മാത്രം മതി, വേറെ ഒന്നും വേണ്ട. കണ്ടില്ലേ, ഇനി മുകളിൽ നമ്മൾ ഫ്രിൽസിൻ്റെ വലുത് വരയ്ക്കുക, എന്നിട്ട് അതിനെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഞാനതിനെ ഫില്ല് ചെയ്യാനില്ല, പകരം നമ്മൾ ഡോട്ട്സ് ഇടുന്നപ്പോൾ തന്നെ ഫില്ല് ചെയ്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ചെയ്യുക. കണ്ടില്ലേ, കാണാൻ നമ്മൾ ഫ്രിൽസിൻ്റെ അത്ര പോകുന്നതിനും ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് വലിച്ചു കിട്ടുക. കാണാൻ നല്ല ഭംഗിയായിട്ടുള്ള ഫ്ലവറായാലേ. നിങ്ങൾക്കും നിങ്ങളെന്തെങ്കിലും ഐഡിയാസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതേപോലെ ചെയ്തിട്ട് എനിക്ക് ഒന്ന് അയച്ചാൽ മതി കേട്ടോ. ഇനി ഈ സ്വേൾസിൻ്റെ തന്നെ വേറൊരു ഡിസൈനാണ്. കണ്ടില്ലേ, എല്ലാവർക്കും മിസ്റ്റേക്ക് വരുന്നൊരു കാര്യമാണ് ഇതിൽ ഞാൻ ഇപ്പം കാണിച്ചത് കേട്ടോ. ഈ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഇത് നേരിയതായിട്ടേക്കും, പിന്നെ അത് തിക്നെസ്സായി കൊടുക്കണം, തിക്കായി കൊടുത്തിട്ട് എന്നിട്ട് പിന്നെ തിന്നായിരിക്കണം നല്ല. പക്ഷേ ഇവിടെ എല്ലാവർക്കും മറ്റേ ആ നടുവിലെ പോർഷൻ എല്ലാവരും കട്ടി കൂട്ടിയിട്ടാണ് ഉണ്ടാവുക. ഇതാണ് ഇതിൻ്റെ ശരിക്കും ചെയ്യേണ്ട പാട്ട് കേട്ടോ. കണ്ടില്ല, ഇപ്പം കാണിച്ചാൽ ഇവിടെ തുടങ്ങുന്നിടത്ത് നല്ല നേരിയതായിട്ട്, പിന്നെ നല്ല അത്യാവശ്യം കട്ടി കൂട്ടിയിട്ട് പിന്നെ അത് നേരിയാക്കുക. കണ്ടില്ലേ, ആ നടുവിലെ പോർഷന് അത് നല്ല തിന്നായിട്ടുണ്ടാവണം കേട്ടോ. എന്നാലാണ് അതിന് പ്രത്യേക ഭംഗി. ആ രണ്ടും തമ്മിലും വരച്ചുള്ള ഡിഫറൻസ് ഉണ്ടല്ലേ. നെക്സ്റ്റ് ആണ് ഇൻവേഴ്സ് വൈൻസ്. ഇതൊരു പ്രത്യേക ഭംഗിയുള്ള ഡിസൈൻ കേട്ടോ. ഇപ്പം ഒട്ടുമിക്ക മെഹന്തി ആർട്ടിസ്റ്റുകളും നിങ്ങൾക്ക് ചെയ്യുന്ന കാണാം. ഒന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുക, ഒരു ലൈൻ ഇങ്ങനെ ചെറിച്ച് കർവ് ചെയ്ത് വെക്കുക സെൻറ്ററിലുള്ള. കണ്ടില്ല, ഫസ്റ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് എളുപ്പമായിരുന്നു, പക്ഷെ കാണുന്ന പോലെ എളുപ്പമല്ല കേട്ടോ. ചെറുങ്ങനെയെന്ന് വെച്ചാൽ ഇനി അത് നേരെ തിരിച്ച് ഇതേപോലെ വരച്ച് കൊടുക്കുക. കണ്ടില്ലേ, കാണാൻ ലീഫ് പോലെ ഉണ്ടാവും കേട്ടോ കാണാൻ. അതിൻ്റെ സെൻറ്റർ പോർഷനിൽ തട്ടാതെ വേണം വരയ്ക്കാൻ. എല്ലാവരും തട്ടി വെച്ചിട്ട് ആണ് അത് ചെയ്യുക ഡിസൈൻ. പക്ഷേ ഇതിനെക്കാട്ടി നന്നായിട്ടുണ്ടാവും ഇങ്ങനെ ചെയ്താൽ. കണ്ടില്ലേ, ജസ്റ്റ് ഒരു ഇങ്ങനെ വളച്ച് കൊടുക്കുക. ഇങ്ങനെ മുകളിൽ ചെയ്ത പോലെ കേട്ടോ, താഴെ ചെയ്ത പോലത്തെ ഈ രണ്ടാമത്താണ് ചെയ്യേണ്ട സ്റ്റെപ്പ്. മറ്റേത് കണ്ടില്ല, തീരെ ഭംഗി ഉണ്ടാവില്ല കാണാൻ. ഇതാകുമ്പോൾ ഒരു ലീഫിൻ്റെ സ്റ്റൈലാണ്, കുറച്ചും കൂടി കട്ടി കൊടുത്താൽ നന്നായിട്ടുണ്ടാവും കാണാൻ. ഇൻവേഴ്സ് മീൻസ് ഡിസൈൻ വരുന്നത് ഞാൻ വേറെ തന്നെ കാണിച്ചാൽ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിച്ചാൽ മതി. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്ക് ബൈ.